ഇന്ന് നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങളായ യുവാക്കൾ, കുട്ടികൾ കോളേജുകളിലെത്തിയാൽ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിൽ പങ്കുചേരുന്നതിൽ ഒരു പ്രശ്നവും കാണുന്നില്ല. നീ ചിന്തിച്ചു നോക്ക്, നിന്റെ പിതാവിനെ ചീത്ത വിളിക്കുന്ന ഒരാൾ ആ മനുഷ്യന്റെ പാർട്ടിയിൽ ചേർന്ന് നിൽക്കാൻ നിനക്ക് സാധിക്കുമോ? അവർക്ക് വിജയം ലഭിക്കുന്നതിന് വേണ്ടി നീ അങ്ങാടിയിലൂടെ സിന്ദാബാദ് വിളിക്കുമോ? നിനക്ക് നിന്റെ പിതാവിനേക്കാൾ ഉത്തരവാദിത്തമുള്ളത് നിന്റെ റബ്ബിനോടാണ്, അള്ളാഹുവിനോടാണ്. മുസ്ലിമിന് അങ്ങനെയാണ്. മനുഷ്യർ കൊണ്ടുവന്ന ഏതൊക്കെ നിയമങ്ങളുണ്ടോ ആ നിയമങ്ങളെല്ലാം മനുഷ്യരുടെ നാശത്തിലല്ലാതെ അവസാനിച്ചിട്ടില്ല. കമ്മ്യൂണിസം അതിന് ഉദാഹരണമാണ്. മില്യൺ കണക്കിന് മനുഷ്യരുടെ മരണം കണ്ടതിന് ശേഷമാണ് ആ ചിന്താഗതി അതിന് അധികാരം ലഭിച്ച നാടുകളിൽ നിന്ന് അവസാനിച്ചു പോയത്. ഒരു കാലഘട്ടത്തിൽ ഇവിടെ 1970-കളിൽ 80-കളിൽ ഇവിടെ സ്വവർഗരതിക്ക് അവകാശം നൽകപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് വലിയ മുറവിളി കൂട്ടി നഗ്നരായ റാലി നടത്തിയ ആളുകൾ അവർ ലോകത്തിന് പിന്നീട് സമ്മാനിച്ചത് എന്തായിരുന്നു? എയ്ഡ്സ് ആയിരുന്നു. എയ്ഡ്സ് എന്ന രോഗം നൽകി. അതല്ലാതെ വേറെ എന്ത് ഉപകാരമാണ് അവരെ കൊണ്ടുണ്ടായത്? ഇതാ ഇപ്പോൾ ഫെമിനിസ്റ്റ് ചിന്താഗതികൾ മുസ്ലിം കുട്ടികളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. കോളേജുകളിലേക്ക് പറഞ്ഞയച്ചാൽ കുട്ടികൾ തിരിച്ചു വരുന്നത് ആദ്യത്തെ ഒരു വർഷം പറയും ഞാൻ കാൽഭാഗം ഫെമിനിസ്റ്റാണ്, പിന്നെ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അരഭാഗം ഫെമിനിസ്റ്റായി, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ അവൾ മുഴുവൻ ഫെമിനിസ്റ്റാണ്. ഇസ്ലാമിന് അവൾക്ക്